ഏ ഗായ്സ്, ഇന്നത്തെ സ്കിൻ കെയറിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മൂക്കുത്തി ഹെഡ്സെറ്റൊക്കെ എടുത്ത് മാറ്റി വയ്ക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മാഡ് വൈബ്സ് നോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്കിൻ കെയർ എന്താണെന്നല്ലേ, ഇന്നത്തെ സ്കിൻ കെയർ ഒരു ബീട്രൂട്ട് സ്ക്രബാണ്. ഇന്നലെ ഷൂട്ടൊക്കെ ചെയ്ത് സ്കിന്ന് കുറച്ച് ക്ലിഞ്ഞോ എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം നല്ല അടിപൊളി ഒരു ഹോമിലി സ്ക്രബ് എന്ന് വിചാരിച്ചു. അത് ബീട്രൂട്ട് വെച്ചിട്ട് തന്നെ. ബീട്രൂട്ട് ഇവിടെ ഉണ്ടായതല്ല കേട്ടോ, ബീട്രൂട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. ബീട്രൂട്ടിൻ്റെ പല പരിപാടികളുണ്ട്, കമ്മിങ് വീഡിയോസിൽ നമുക്കത് കാണാം. ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഒരു സ്ക്രബ് സംഭവമാണ്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പം ബീട്രൂട്ട് എടുത്തിട്ട് 4 പീസ് ആക്കിയിട്ട് മിക്സിയിലിട്ടൊരു കറക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിൻ്റെ കോലാണ് ഇത്. എന്നിട്ട് ഇത് ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് മേത്തൊക്കെ വീണ് മിക്കവാറും തീരുമാനമാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കുന്ന കാരണം എൻ്റെ ജ്യൂസ് നന്നായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഇപ്പോൾ തന്നെ നിലത്ത് വീണു. മിക്കവാറും എൻ്റെ ബീൻ ബാഗും ഡ്രസ്സൊക്കെ തീരുമാനമാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും, ചെവിയുടെയും കഴുത്തിൻ്റെ അവിടെയൊക്കെ. മെയിനായിട്ട് ഈ ചൂട് കാലത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇതേപോലത്തെ ഹോമിലി ഫേസ് കെയർ സംഭവങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. വാട്ടർമെലൺ ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, ഇതൊക്കെ എപ്പോഴും കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ചൂടുകാലത്ത് എസ്പെഷ്യലി ഇത്തവണത്തെ ചൂടെന്ന് പറഞ്ഞാൽ അടാറ് ചൂടാണ്. അപ്പോൾ അതിങ്ങനെ നൈസായിട്ട് തേക്കുക. പിന്നെ മച്ചാന്മാരെ, ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ കൂടെ ബിഗ് ബോസ് സീസൺ 6 പ്രഡിക്ഷൻ ലിസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചു. പിന്നെ വിഷയം എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ സീസൺ തുടങ്ങി ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഗെയിം ഒന്ന് മുറുകുമ്പോൾ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. സീസൺ 4 വരെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 5 ഞാൻ അതിൻ്റെ അകത്തായിരുന്നു. 6 എന്തായാലും ഇത്തവണ നമ്മൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോർമലി മാഡ് വൈബ്സിനോട് ചാനലിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഇൻ അഡ്വാൻസ് പറയുകയാണ്. ഓക്കെ, അപ്പോൾ മൂക്കിൻ്റെ സൈഡിലും എല്ലായിടത്തും നൈസായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇത് ലൈക്ക് ചെറുതായിട്ട് നിലത്ത് വീഴും. അങ്ങനെ കയ്യിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് പോലെ ഇങ്ങനെ സാധനം വന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ബീട്രൂട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് എനിക്കിഷ്ടമാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പോകാൻ നേരത്ത് ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കി തരുമായിരുന്നു അമ്മ തായറിൽ. എൻ്റെ പൊന്നോ, എനിക്ക് കണ്ണെടുത്താൽ കണ്ടില്ല. ബീട്രൂട്ടിൻ്റെ ഒരു മധുരവും മോരിൻ്റെ പുളിയും ഒക്കെ കൂടി ആയിട്ട് എനിക്ക് തീരെ പറ്റില്ലായിരുന്നു. മൂക്കിൻ്റെ സൈഡിലോട്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കണേ. ആ ഡാർക്ക് ഹെഡ്സും സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോരണം. കഴുത്തിൻ്റെ അവിടെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ പറഞ്ഞു വന്നത് ബീട്രൂട്ട് തോരൻ ഇഷ്ടമാണ്, ബീട്രൂട്ട് മെഴുക്കുരട്ടി ഇഷ്ടമാണ് ചെരുവിലേക്ക് ഇട്ടിട്ട്. ഈ കിച്ചടി എന്ന് പറയുന്ന സംഭവം എന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഫേസിൽ സ്ക്രബാണെങ്കിലും ഫേസിൽ കുറച്ച് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മീൻവെയിൽ ഞാൻ നിലത്ത് വീണ സംഭവങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കട്ടെ. അപ്പോൾ എന്താണ് മച്ചാന്മാരെ വിശേഷം? എന്താണ് നിങ്ങളുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ അല്ലേ? ഫുൾ ഓൺ വൈബായിട്ട് പോകണു. ഞാനേ മുടി വളർത്തിയല്ലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. മുടി എനിക്ക് ഏറെക്കുറെ നന്നായിട്ടുണ്ടായിരുന്നു. അഹങ്കാരം അങ്ങ് ഉച്ചന്തരയിൽ എത്തിക്കഴിയുമ്പോൾ നൈസായിട്ട് ഓരോ കോപ്രാൻ കാണിച്ചിനെ വെട്ടി കളഞ്ഞു. ഇപ്പോൾ മുടി വളർത്തിയല്ലോ എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ അറിയാമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഞാനൊരു പെർമനൻറ്റ് എക്സ്റ്റൻഷൻ വച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആ ഒരു കാര്യത്തിൽ. മുടിക്ക് എന്തെങ്കിലും പറ്റുമോ, തലവേദനയ്ക്കോ, നമുക്കത് നോർമൽ ഹെയർ പോലെ തന്നെ ഒറിജിനൽ ഹെയർ പോലെ തന്നെ ടേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. പിന്നെ ഈ സംഭവം ചുണ്ടി തേക്കുന്നതും നല്ലതാണ് കേട്ടോ. ചുണ്ടിൽ ഡാർക്ക് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. അതേപോലെ ഈ ലിപ് കളർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ലിപ്സിന് നല്ലൊരു കളറും കിട്ടും. അപ്പോൾ ബീട്രൂട്ടും ലിപ്സിന് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി അപ്കമിങ് വീഡിയോസിൽ ലിപ് കെയറിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നതാണ്. കയ്യിലെ സ്കിന്നിന് കാര്യങ്ങളൊക്കെ ഡ്രൈ ആവുന്നതിനുള്ള എന്തൊക്കെയാണ് ടിപ്സ് എന്നുള്ളതൊക്കെ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കെയർ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന പോലെ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫേസിൻ്റെ അവസ്ഥ. നേരത്തേക്കാളും കുറച്ച് നല്ല സോഫ്റ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നലെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫേസ് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് കെമിക്കൽസ് ഒന്നും പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് കാലത്ത് തന്നെ ഞാൻ ഒരു ബീട്രൂട്ട് സ്ക്രബ് ആക്കാമെന്ന് വിചാരിച്ചത്. ബീട്രൂട്ട് ജ്യൂസ്, ജെല്ല്, ലിക്വിഡ് സംഭവങ്ങളുടെ ഒരുപാട് പരിപാടികളുണ്ട്. കൈയൊക്കെ തന്നെ ഓൾറെഡി ചുമന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊന്നും മറക്കരുത്. അപ്പോൾ ഇനി മനോഹരമായ അനർഗളം നിർഗളം സംഭവ വിപുലമായ ഒരുപാട് സംഭവങ്ങൾ ഈ ചാനൽസിലൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വേണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെയും മുന്നുണ്ടായി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് ഫുൾ ഓൺ വൈബായിട്ട് ഇരിക്കുക. ബൈ, ടേക്ക് കെയർ.